കേരളത്തിന്റെ ആയുർവേദ മേഖലയെ രക്ഷിക്കാൻ ഒരു സിസ്റ്റം ഡിഫൻഡർ വേണോ? സർക്കാർ വാഗ്ദാനങ്ങൾ മറന്നുപോയോ? നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈസെൽഫ് ഡോക്ടർ ശ്രീരാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അഭിമാനമായ അക്രോസ് ദ ഗ്ലോബ് പേര് കേട്ട ആയുർവേദത്തെക്കുറിച്ചാണ്. എന്നാൽ ഇതൊരു സാധാരണ വീഡിയോ അല്ല. കേരളത്തിന്റെ ഈ പൈതൃകം സംരക്ഷിക്കാൻ കേരള സർക്കാർ മറന്നുപോയ ഒരു നിർണായക പൊസിഷനെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണിത്. എന്തുകൊണ്ടാണ് ആയുർവേദത്തിന്റെ ആഗോള തലസ്ഥാനമായ കേരളത്തിന്, അതിന്റെ ആയുഷ് വകുപ്പിന് ഒരു ഡെഡിക്കേറ്റഡ് സെക്രട്ടറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ സുപ്രധാന മേഖല ഇപ്പോഴും ആരോഗ്യ വകുപ്പിന്റെ ഒരു അഡീഷണൽ ചാർജായി മാത്രം നിലനിൽക്കുന്നത്? ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ചിലരുടെയെങ്കിലും വിശ്വാസങ്ങളെ തുറപ്പിക്കാൻ സാധ്യതയുള്ള ചില സത്യങ്ങളെ കുറിച്ചാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് കേരള സർക്കാർ തന്നെ മുന്നോട്ട് വെച്ച, എന്നാൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മുഖം മിനുക്കലിന്റെ മാത്രം കഥയാണിത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് മുമ്പേ സഞ്ചരിക്കുമ്പോൾ കേരളം എവിടെയാണ് പിന്നോട്ട് പോയതെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചാരണങ്ങളെ തടയിടാൻ ഒരു സിസ്റ്റം ഡിഫൻഡറായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. കേന്ദ്രവും മറ്റ് സംസ്ഥാനങ്ങളും എന്താണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ദേശീയ തലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. 1995 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ഒരു ചെറിയ വകുപ്പായി തുടങ്ങിയതാണ് ആയുഷ്. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ ഇതിനൊരു ഫുൾ സർവീസ് തന്നെ രൂപീകരിച്ചു. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല. പരമ്പരാഗത വൈദ്യശാസ്ത്രം ഇനി ഒരു ഓപ്ഷൻ മാത്രമല്ല, രാജ്യത്തിന്റെ ആരോഗ്യ നയത്തിന്റെ പ്രധാന ഭാഗമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. കേന്ദ്രം ഒരു വഴി കാണിച്ചു തന്നിട്ടും കേരളം എന്തുകൊണ്ടാണ് അത് പൂർണ്ണമായി പിന്തുടരാത്തത്? ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളിലേക്ക് നോക്കാം. ഉത്തർപ്രദേശ്, അവിടെ ആയുഷ് വകുപ്പിന് ശ്രീമതി വീണാകുമാരി മീന എന്ന പേരിൽ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയുണ്ട്. മധ്യപ്രദേശിലോ, അവിടെയും ശ്രീമതി കൽപ്പന ശ്രീവാസ്തവ എന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയും അവരെ സഹായിക്കാൻ ഒരു കമ്മീഷണറുമുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്ക് രണ്ടിനും ആയുഷിനായി ഒരു പ്രത്യേക ഭരണ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ആയുർവേദത്തിന്റെ ഈറ്റില്ലം എന്ന് അഭിമാനിക്കുന്ന കേരളത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തെങ്കിലും ഗസസ്? വൈദ്യ രാജേഷ് കൊട്ടേച്ച. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനല്ല, മറിച്ച് പ്രശസ്തനായ ഒരു ആയുർവേദ ഡോക്ടറാണ്. 2017 അദ്ദേഹത്തെ നിയമിച്ചതിലൂടെ കേന്ദ്രം ഒരു വലിയ സന്ദേശമാണ് സമൂഹത്തിനും ഭരണ സംവിധാനങ്ങൾക്കും നൽകിയത്. ഈ മേഖലയെ നയിക്കാൻ അതിന്റെ ആഴവും പരപ്പും അറിയുന്ന ഒരു വിദഗ്ധൻ തന്നെ വേണം. കൊട്ടേച്ച മോഡൽ എന്ന് നമുക്കതിനെ വിളിക്കാം. കേരളത്തിന് എന്തുകൊണ്ട് ഈ മാതൃകയെക്കുറിച്ച് ചിന്തിച്ചുകൂടാ? കേരള സർക്കാരിന്റെ മറന്നുപോയ വാഗ്ദാനം. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ഡെഡിക്കേറ്റഡ് ആയ ഒരു ആയുഷ് സെക്രട്ടറി എന്ന ആശയം പുതിയതൊന്നുമല്ല. 2015 കേരള സർക്കാർ തന്നെ ആയുഷിനായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതുമാണ്. 2016 ഒരു അഭിമുഖത്തിൽ ഡോക്ടർ M ബീനയെ ആയുഷ് സെക്രട്ടറി കേരള സർക്കാർ എന്ന് വ്യക്തമായി വിശേഷിപ്പിക്കുന്നുണ്ട്. ആയുഷ് മേഖലയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് സെക്രട്ടറി ഉള്ള ഇന്ത്യയിലെ 3ാമത്തെ സംസ്ഥാനം എന്ന് അന്ന് കേരളത്തെ പ്രശംസിക്കുക പോലും ചെയ്തു. എന്നിട്ട് എന്തു പറ്റി? ആ ആവേശം എങ്ങോട്ട് പോയി? ആ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്? ഇന്ന് കേരളത്തിലെ ആയുഷ് വകുപ്പിന്റെ ഭരണം ആരോഗ്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു എക്സ്ട്രാ ചാർജ് മാത്രമാണ്. ഡോക്ടർ രാജൻ N ഖോബ്രഗഡെയെ പോലുള്ള കഴിവുറ്റ ഒരു ഉദ്യോഗസ്ഥനാണ് ആ സ്ഥാനത്ത്. പക്ഷെ കേരളത്തിലെ മുഴുവൻ മോഡേൺ മെഡിസിൻ സംവിധാനത്തിന്റെയും ഭീമമായ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ആയുഷിന് എത്രത്തോളം ശ്രദ്ധ കൊടുക്കാൻ രാജൻ ഡോക്ടർക്ക് കഴിയും? ഇതൊരു ഘടനാപരമായ പ്രശ്നമാണ്. 2 വലിയ വകുപ്പുകളുടെ ഭാരം ഒരാളുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നത് പോലെയാണിത്. സ്വാഭാവികമായും ഒരു മേഖലയ്ക്ക് അത് അർഹിക്കുന്ന ശ്രദ്ധ കിട്ടാതെ പോകും. ഇപ്പോഴത്തെ ഘടനയനുസരിച്ച് ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യൂനാനി തുടങ്ങിയ വിഭാഗങ്ങളുടെ ഡയറക്ടർമാർക്ക് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നേരിട്ട് ഒരു സെക്രട്ടറി ഇല്ല. അവരുടെ ഫയലുകൾ ആരോഗ്യവകുപ്പിന്റെ വലിയ സംവിധാനത്തിനുള്ളിൽ പലപ്പോഴും കാലഹരണം നേരിടുകയാണ്. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇത് സോഷ്യൽ മീഡിയ കാലത്തെ യുദ്ധമാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയത്തിലെ ഏറ്റവും നിർണായകമായ കാര്യത്തെക്കുറിച്ചാണ്. ലോകം ഡിജിറ്റലാണ്, പേസ് വളരെ കൂടുതലാണ്. ഫാക്ടുകൾ പോലെ തന്നെ ഫേക്ക് ഇൻഫർമേഷൻസും അതിവേഗം പടർന്നു പിടിക്കും. സമീപകാലത്ത് ആയുർവേദത്തിനെതിരെ എന്തുമാത്രം ഏകോപിപ്പിച്ച ആക്രമണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതെന്ന് നമ്മളൊക്കെ കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. എബി സിറിയക് ഫിലിപ്പിനെ പോലുള്ള ബാഡ്ലി ക്യൂറേറ്റഡ് കിഡ് കം ഡോക്ടേഴ്സ് ശാസ്ത്രീയ നിരീക്ഷണ സത്യങ്ങളെ വളച്ചൊടിച്ച് ആയുർവേദത്തെ ഒരു കപടശാസ്ത്രമായി ചിത്രീകരിക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട്, അതും വളരെ ഇന്റൻസ് ആയിട്ട്. ഹിഡൻ അജണ്ടകൾ പലതുണ്ടാകാം. എല്ലാ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഒരുപോലെ ഇത്തരം ആക്രമണങ്ങൾ ഒരു മേഖലയ്ക്കെതിരെ നടക്കുമ്പോൾ ആരാണ് ഈ മേഖലയെ പ്രതിരോധിക്കേണ്ടത്? പ്രതികരണങ്ങൾ പലപ്പോഴും ഡിലേഡ് ആണ്, അല്ലെങ്കിൽ ഫാക്ച്വൽ അല്ല. എന്നാൽ ആയുഷ് വകുപ്പിന് മാത്രമായി കേരളത്തിന് ഒരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും ഈ സംസ്ഥാനത്തിന്റെ മൊത്തം സിസ്റ്റം ഡിഫൻഡർ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വ്യാജ വാർത്ത പടരുമ്പോൾ സർക്കാരിന്റെ പൂർണ്ണ അധികാരത്തോടെ സംസാരിക്കാൻ, മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ, ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വരുന്നു. വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ മുൻകൂട്ടി തന്നെ കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു സ്ട്രാറ്റജി രൂപീകരിക്കുന്നു. ഇവിടെയാണ് ആ സെക്രട്ടറിയുടെ അധികാരം പ്രകടമാകുന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടി വരില്ല. കേരള പോലീസിന്റെ സൈബർ വിഭാഗം, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഫാക്ട് ചെക്ക് വിഭാഗം, സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ എന്നിവരെല്ലാം ഏകോപിപ്പിക്കാൻ ഈ ആയുഷ് സെക്രട്ടറിക്ക് കഴിയും. ഉദാഹരണത്തിന് IT ആക്ട് ഉപയോഗിച്ച് നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ സൈബർ പോലീസിനോട് ആവശ്യപ്പെടാം. വ്യാജ മരുന്നുകളെയും അത്ഭുതകരമായ രോഗശാന്തി വാഗ്ദാനങ്ങളെയും നിയന്ത്രിക്കുന്ന 954 ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് പ്രകാരം ഇവയ്ക്കെതിരെ ഫാസ്റ്റ് ആൻഡ് സ്ട്രിഞ്ചന്റ് ആക്ഷൻ എടുക്കാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകാൻ കഴിയും. ചുരുക്കത്തിൽ ഒരു ശക്തമായ
പ്രതിരോധ കോട്ട തന്നെ ആയുഷ് വകുപ്പുകൾക്ക് വേണ്ടി പണിയാൻ ഈ ഒരൊറ്റ നിയമനത്തിലൂടെ സർക്കാരിന് സാധിക്കും. ഇതെങ്ങനെ നടപ്പാക്കാം? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം. ഒരു പൊസിഷൻ സൃഷ്ടിക്കാൻ സർക്കാരിന്റെ ഖജനാവിന് ഇത്രമാത്രം പണഞ്ഞെരുക്കമുള്ളപ്പോൾ ഇത് അത്ര എളുപ്പമാണോ? ഇതിന് കേന്ദ്രത്തിന്റെ അനുമതിയൊക്കെ വേണ്ടേ? ഉത്തരം ലളിതമാണ്. ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരം സംസ്ഥാന മന്ത്രിസഭയ്ക്ക് ഒരു തീരുമാനമെടുത്ത് റൂൾസ് ഓഫ് ബിസിനസ്സിൽ ഒരു ഭേദഗതി വരുത്തിയാൽ മാത്രം മതി. അത്ഭുതം എന്ന് പറയട്ടെ, കേരള സർക്കാരിന്റെ റൂൾസ് ഓഫ് ബിസിനസ്സിൽ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു വകുപ്പ് ഇപ്പോഴും നിലവിലുണ്ട്. അതിനൊരു ഹെഡ് ഓഫ് അതോറിറ്റി ഇല്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ ഒരേയൊരു പ്രശ്നം. ഇതിന്റെ നടപടിക്രമവും വളരെ ലളിതമാണ്. ആയുഷ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. പൊതുഭരണ വകുപ്പും ധനകാര്യ വകുപ്പും ഈ നിർദ്ദേശം പരിശോധിച്ച് അംഗീകാരം നൽകുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അതിന് അന്തിമ തീരുമാനമെടുക്കുന്നു. സർക്കാരിന്റെ ഉത്തരവ് പുറത്തിറങ്ങുന്നു, നിയമനം നടക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയോ മറ്റാരുടെയെങ്കിലുമോ അനുമതി ഇക്കാര്യത്തിൽ ആവശ്യമേ ഇല്ല. ഇത് സംസ്ഥാനത്തിന്റെ മാത്രം തീരുമാനത്തിന്റെ പ്രശ്നമാണ്. രാഷ്ട്രീയപരമായി നോക്കിയാലോ, ഇതൊരു ഹൈ ഇമ്പാക്ട് എന്നാൽ ലോ കോസ്റ്റ് പരിഷ്കാരം മാത്രമാണ്. സാമ്പത്തികമായി സർക്കാരിന് യാതൊരു അധിക ബാധ്യതയും വരുന്നില്ല. എന്നാൽ ഇതിലൂടെ ലഭിക്കുന്ന പ്രശസ്തി വളരെ വലുതുമാണ്. കേരളത്തിന്റെ പൈതൃകത്തെ സംരക്ഷിക്കുന്നു എന്ന് സർക്കാരിന് അഭിമാനിക്കാം. ആയുഷ് പ്രൊഫഷണലുകളുടെ ദീർഘകാല ആവശ്യം നിറവേറ്റിയതായി പ്രഖ്യാപിക്കാം. സദ്ഭരണത്തിന്റെ മികച്ച ഒരു മാതൃകയായി ഇതിനെ ഉയർത്തിക്കാട്ടുകയും ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? എന്ത് ആക്ഷൻ പ്ലാൻ ആണ് വേണ്ടത്? ഈ ലക്ഷ്യം നേടാൻ ആരാണ് മുന്നിട്ടിറങ്ങേണ്ടത്? ഒന്നാമതായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ AMAI, മറ്റ് ഹോമിയോ, സിദ്ധ, യൂനാനി സംഘടനകൾ എന്നിവ ഒരുമിച്ച് സർക്കാരിന് ഒരു നിവേദനം നൽകാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു മെമ്മോറാണ്ടം തന്നെ വേണം സമർപ്പിക്കാൻ. രണ്ടാമതായി പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പിന്തുണ. ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാവുന്നതാണ്. വിവരാവകാശ നിയമം ഉപയോഗിച്ച് 2015 തീരുമാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് സർക്കാരിനോട് തന്നെ ചോദിക്കാം. പ്രമുഖ ഡോക്ടർമാരും അക്കാദമിക് വിദഗ്ധരും ഒപ്പിട്ട നിവേദനങ്ങൾ സർക്കാരിന് നേരിട്ട് സമർപ്പിക്കുകയും ചെയ്യാം. ഇവിടെ കേരള ഗവർണർക്കും ഒരു പങ്ക് വഹിക്കാനാവും. നേരിട്ട് ഉത്തരവിടാൻ കഴിയില്ലെങ്കിലും ഈ വിഷയത്തിൽ സർക്കാരിൽ നിന്ന് ഒരു റിപ്പോർട്ട് തേടാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെ ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ എത്തി. തീരുമാനം കേരള സർക്കാരിന്റെ മാത്രം കയ്യിലാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര ആയുഷ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചി പോലെയുള്ളവർക്ക് സംസ്ഥാന സർക്കാരിനെ ഉപദേശിക്കാൻ സാധിക്കും. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് ആയുഷ് മേഖലയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഫ്രണ്ട്സ്, ആയുഷ് വകുപ്പിന് മാത്രമായി ഒരു ഡെഡിക്കേറ്റഡ് സെക്രട്ടറിയെ നിയമിക്കുക എന്നത് ഒരു ചെറിയ ഭരണമാറ്റം മാത്രമല്ല, കേരളത്തിന്റെ ആരോഗ്യ ഭാവിയെ സംബന്ധിച്ച മർമ്മപ്രധാനമായ ഒരു തീരുമാനം കൂടിയാണ്. ഇത് നമ്മുടെ പൈതൃകത്തെയാണ് സംരക്ഷിക്കുന്നത്. വ്യാജ പ്രചാരണങ്ങളെ നേരിടാൻ ഇത് നമുക്ക് ശക്തി നൽകും. ആയുഷ് മേഖലയുടെ സാമ്പത്തിക സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ഇതുമൂലം നമുക്ക് സാധിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായി സർക്കാർ 10 വർഷം മുമ്പ് അവർ നൽകിയ ഒരു വാഗ്ദാനം പാലിക്കുന്നതിന് സാധിക്കും. ശരിക്കു പറഞ്ഞാൽ ഇതിന്റെയൊക്കെ സമയം വളരെ അതിക്രമിച്ചു. വേണ്ടത് രാഷ്ട്രീയപരവും നയപരവുമായ ഒരു തീരുമാനമാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വിഷയം ഏറ്റെടുത്ത് ശക്തമായി ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും പൊതു ഇടങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങളും പങ്കുവെക്കണം. കാരണം ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ആവശ്യമല്ല, കേരളത്തിന്റെ മൊത്തം ഭാവിയുടെ ആരോഗ്യപരമായ ആവശ്യം തന്നെയാണ്. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. See you later.